ഹലോ ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടില്ലേ നമ്മളെ കയ്യിൽ കുപ്പിയിലാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് ഇന്ന് പച്ചക്കറി തൈ തക്കാളി തൈ നടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് നമ്മൾ കുപ്പിയിലേക്കാണ് നട്ട് പിടിപ്പിക്കുന്നത്. അത് നമ്മളെടുത്ത് ഉണ്ടായ തൈകളാണ്. ആ തൈകളൊന്ന് നമുക്ക് ഈ കുപ്പിയിലേക്ക് നടാം. അപ്പോൾ ഈ കുപ്പിയിലേക്ക് നടാനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് നമ്മളെ കോഴി ഒന്ന് വിരിഞ്ഞിറങ്ങിന്. അപ്പം നിരത്ത് നട്ട് പിടിപ്പിച്ചാൽ കോഴികൾ അതൊക്കെ ശരിയാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് കുപ്പിയിലേക്ക് നടാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം എന്നതാ കുപ്പി നമ്മൾ മുകൾ ഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. 4 കുപ്പീൻ്റെതും മുകൾ ഭാഗം ഇതുപോലെ തന്നെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഇങ്ങനെ ആയിട്ട് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമ്മളിതാ ഇതുപോലെയാണ് ഇപ്പോൾ ചെയ്തത്. ഇനി നമ്മളെ 4 കുപ്പികളും ഇതുപോലെ തന്നെ ഇങ്ങോട്ട് ആക്കിയെടുക്കുക കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇതുവരെ ചെയ്ത് നോക്കിയില്ല. അപ്പോൾ നല്ല തക്കാളി തൈ നമ്മളെ കയ്യിലുണ്ടായിന്. അത് ഇങ്ങനെ ടെറസിൻ്റെ മുകളിലാണ് ഉണ്ടായത്. നമ്മളെ കയ്യിൽ ഒന്നും നടാനൊരു ചാക്കോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നിയൊരു ഐഡിയ, ഇത് കുപ്പിയിൽ ഇങ്ങോട്ട് നട്ട് പിടിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ തൈയൊക്കെ ഞാൻ പറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടോ. നല്ല ഉഷാറുള്ള നല്ല തൈകൾ തന്നെയാണ് കേട്ടോ. അതൊന്ന് നമുക്ക് നമ്മളെ കുപ്പിയിൽ നട്ട് കാണിച്ചു തരാം. എങ്ങനെയാണ് നടണമെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ? നല്ല നല്ല ഉഷാറുള്ള തൈ കേട്ടോ. അപ്പോൾ ഈ തൈ എനിക്ക് ഇന്ന് തോന്നി ഇതൊന്ന് നമുക്ക് കുപ്പിയിലൊന്ന് നട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ കോഴികളെ ശല്യം കൊണ്ടാട്ടോ ഞാൻ കുപ്പിയിലേക്ക് നടുന്നത്. പിന്നെ നമുക്കിതൊക്കെ ചാക്കിലേക്ക് നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറാവും. ഇപ്പോൾ നമ്മളെ കയ്യിൽ ചാക്ക് കുറവാണ്, അതുകൊണ്ടാണ് തീരെ ചാക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ചാക്കിൽ നടാതെ കുപ്പിയിലേക്കാണ് നടാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മളെ മണ്ണ് ഇതാട്ടോ ഒക്കെ റെഡിയാക്കി വെച്ചിന്. പിന്നെ ഇത് മിക്സ് ചെയ്ത മണ്ണാണ്. നമ്മളെ കോഴിക്കൂടൊന്നൊന്ന് വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ കോഴിക്കൂട്ടുള്ള കോഴിക്കാട്ടവും മണ്ണും പച്ചക്കറീൻ്റെതും എല്ലോടെയും കൂടി മിക്സ് ചെയ്ത മണ്ണ് ഞാൻ റെഡിയാക്കി വെച്ചതാണ്. ഇനി വേറെ സംഗതികൾ എനിക്ക് നടാനുണ്ട്. അപ്പോൾ ഞാൻ മണ്ണ് കുറച്ച് അധികം തന്നെ റെഡിയാക്കി വെച്ചതാട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം ഉണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കുപ്പിൻ്റെ അടിഭാഗം നമ്മൾ മൂടിയുള്ള ഭാഗത്തൂടെ നമ്മളെ തക്കാളി തൈ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. നമ്മളെ ചെറിയ കുപ്പിയായി പോയിട്ട് നമ്മളത് 1 ലിറ്ററിൻ്റെ കുപ്പി തന്നെയാണ് നമുക്ക് വേണ്ടിയത്. അപ്പം നമ്മളെ കയ്യിൽ 1 ലിറ്ററിൻ്റെ ഇല്ല. ഇപ്പോൾ ഒരു 500-ൻ്റെതല്ല, 500-ൻ്റെ 4 ബോട്ടലുകൾ ഉണ്ടായിന്. അപ്പോൾ ഉള്ളത് വെച്ചെട് ചെയ്ത് നോക്കുക. ഇത് ഉണ്ടായാൽ ഉണ്ടാവുമോ ഇല്ലെന്നൊക്കെ നമുക്ക് അറിയുകയും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുതാണുള്ളതെങ്കിലും ഇതിലേക്കായിട്ട് നട്ട് നോക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇപ്പോൾ ഭയങ്കര പുഴുശല്യാണല്ലോ. അപ്പോൾ നല്ല ശ്രദ്ധയും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ടെറസിൻ്റെ മുകളിൽ പോയി നോക്കിയപ്പോഴാണ് നല്ല തൈ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതുപോലെ നട്ട് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളെ ഫസ്റ്റിലെ ഒരു തക്കാളി തൈ ഇതുപോലെ ഇങ്ങോട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതിങ്ങനെ നടുമ്പോൾ ഒരു ഭയങ്കര ടെൻഷൻ കേട്ടോ. ഒന്നുകൂടി വലിയൊരു ബോട്ടിൽ കിട്ടിയാൽ അതിലേക്കാകുമ്പോൾ ഇത് ഉണ്ടായാലും ഒന്നുകൂടി ബെറ്റർ ആണല്ലോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മളെ കയ്യിലില്ലല്ലോ. ഉള്ളത് വെച്ച് അങ്ങോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 1 ഞാൻ നട്ട് കഴിഞ്ഞ്, അതുപോലെ ഇനി 2, 3, 4 തൈകളാട്ടോ നമ്മുടെ കയ്യിലുള്ളത്. ആ 4 തൈയും ഇതുപോലെ ഇങ്ങോട്ട് മൂടിയുള്ള ഭാഗത്ത് നമ്മളെ തക്കാളി തൈ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ പൊട്ടാതെ തന്നെ നമ്മൾ പൊട്ടിപ്പോണത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. പൊട്ടാതെ തന്നെ നമ്മളെ തക്കാളി തൈൻ്റെ മുകൾ ഭാഗത്തൂടെ ഇങ്ങനെ മണ്ണ് ഇറക്കിയിട്ട് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഉഷാറിലുണ്ടാവണുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് വെച്ചിട്ട് തന്നെ നല്ലൊരു ഭംഗി. ഇനി ഇത് ഉണ്ടാവുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് നോക്കും വേണമല്ലോ. എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ എനിക്ക്. ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഇത് മാത്രം ഇല്ലാതെ കുരല്ലോ. എന്തായാലും നമ്മൾ ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് കുപ്പികളിലേക്ക് നടുകയായിരിക്കും നല്ലത്. കുപ്പികളിലൊക്കെ നട്ട് പിടിപ്പിച്ചാൽ കോഴിയൊക്കെ വളർത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കോഴികൾ പിന്നെ നമുക്കിത് നശിപ്പിക്കൂലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ കുപ്പിയിലാക്കി ഇങ്ങനെ അയൽ കെട്ടി കൊടുത്തിട്ട് അതിന്മേൽ ഇങ്ങനെ കെട്ടി തൂക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ അത് നല്ലൊരു ഭംഗിയാണല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഇനി 3 ബോട്ടിലുകളും നിറച്ച് വെച്ച് ഇനി 4ാമത്തെ ബോട്ടിലും ഇതുപോലെ ഇങ്ങോട്ട് നിറക്കട്ടോ. ഇതുപോലെ നട്ടോരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കട്ടോ. ആരൊക്കെയാണ് നട്ടത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കുക. നിങ്ങളത് ഉണ്ടായിണോ ഇല്ലേ അതൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ ഉണ്ടായിണെന്ന് പറയുമ്പോൾ ഞമ്മക്കും എന്താണോ ഒന്നുകൂടി സന്തോഷമാണ്. നമ്മളതും ഇങ്ങനെ ഇതുപോലെ ഉണ്ടാവുന്നതൊരു പ്രതീക്ഷയാണല്ലോ. അപ്പോൾ നമുക്കൊന്ന് 4 ബോട്ടിലുകളും ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് നട്ട് പിടിപ്പിച്ച് വെച്ചിന്. അങ്ങനെ കണ്ടപ്പം തന്നെ എന്ത് ഭംഗിയില്ലേ. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നാണ്. നമ്മൾ ചെയ്യാത്ത മടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. നമ്മൾ ചെയ്ത് നോക്കിയാലല്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇനി ഞാനിത് കയറെടുക്കട്ടെ കേട്ടോ. ഒരു 4 കയറും എടുത്ത് 4 കയർ ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച്
ഇനി നമുക്ക് നമ്മളെ കുപ്പി ഇതുപോലെ ഇങ്ങോട്ട് കെട്ടി കൊടുക്കുക. കെട്ടി കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്നിട്ട് നമുക്ക് എന്താണ് മുറ്റത്തേക്കാട്ട് ഞാൻ അത് വെക്കാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇത് മഴ കൊണ്ടാലും വലിയ മഴ കൊള്ളൂല, ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ വല്ലാത്ത മഴ കൊണ്ട് ചെയ്യൊന്നുമില്ല കേട്ടോ, അങ്ങനെ വെള്ളമൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ അത് ഞാൻ മുറ്റത്ത് തന്നെ ഇതുപോലെ ഇങ്ങനെ കെട്ടി തൂക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റുള്ള കുപ്പി ഇങ്ങനെ ഞാൻ എന്താണ് കൈ വെച്ച് ഇങ്ങനെ തന്നെ കെട്ടുകയാണ്. അത് നിലത്ത് വെക്കുമ്പോൾ നമുക്ക് നമ്മളെ തക്കാളി തൈ പൊട്ടി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങോട്ട് കെട്ടി റെഡിയാക്കണത്. കണ്ടില്ലോ, ഒന്നിതാ ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ കെട്ടി റെഡിയാക്കി. ഭയങ്കര സന്തോഷം കേട്ടോ, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാട്ടോ. ഇതൊക്കെ നമുക്കുണ്ടല്ലോ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പരിപാടികൾ ഉണ്ടാവുമല്ലോ ഓരോന്ന്. ഇതിങ്ങനെ ചെയ്തപ്പം തന്നെ എനിക്ക് ഭയങ്കര താല്പര്യം. ഇനിയും ഇങ്ങനത്തെ കുപ്പികളൊക്കെ പെറുക്കി കൊണ്ടുവരണം കേട്ടോ. റോഡ് സൈഡിലൊക്കെ ഉണ്ടാവുമല്ലോ ഇഷ്ടം പോലെ കുപ്പികൾ, അതൊക്കെ ഒന്ന് പെറുക്കി നമുക്കിങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ഓരോന്നോരോന്നുണ്ടല്ലോ പല സൈസിലും പല രീതിയിലും പല ചെടികളും പച്ചക്കറികളും ഒക്കെ ഇതുപോലെ ഒന്ന് നട്ട് നോക്കാം. നട്ട് നോക്കിയാൽ ഉണ്ടായ നിങ്ങൾക്കും നല്ലതാണല്ലോ. ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും ഇതുപോലൊക്കെ ചെയ്യാമല്ലോ. പിന്നെ സ്ഥലമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ലതാട്ടോ ഈ കുപ്പിയിലൊക്കെ ഇതുപോലൊക്കെ നട്ട് പിടിപ്പിക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് സ്ഥലം ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ. 2 സെൻറ്റ് 3 സെൻറ്റ് 5 സെൻറ്റ് ചിലവർക്ക് 20 സെൻറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഉള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ കുപ്പിയിലൊക്കെ നട്ടി ഒരൊറ്റ അയല അങ്ങോട്ട് കെട്ടിയിട്ട് ആ അയലുമ്മൽ ഇതുപോലെ കെട്ടി തൂക്കിയാലുണ്ടാവുമല്ലോ നല്ല ഉഷാറായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറികളോ ഉണ്ടായില്ലെങ്കിലും തന്നെ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒരു തക്കാളിയെങ്കിലും നമുക്ക് കിട്ടിയൊരു ഭയങ്കര സന്തോഷം. നമ്മൾ നട്ടിട്ട് എന്നിട്ട് ഞാൻ മുറ്റത്ത് ഇതുപോലെ ഒരു അയൽ ഇങ്ങനെ കെട്ടി വെച്ചതാണ്. ആ അയൽമേലേക്ക് ഇതുപോലെ ഇങ്ങോട്ട് കെട്ടി വെക്കുക. ഇത് കെട്ടി വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഈ അയൽമേലേക്ക് ഇങ്ങനെ കെട്ടി വെച്ചതാട്ടോ. ഇത് നമ്മൾ വീടിൻ്റെ ഒരു സൈഡിലേക്കാട്ടോ, അങ്ങനെ സൈഡിലേക്ക് അയൽ കെട്ടിയതേണി. ഇവിടെ ഇങ്ങോട്ട് വെച്ച് റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ നല്ലൊരു വെയിലോട്ടമൊക്കെ കിട്ടുന്ന സ്ഥലത്താകുമ്പോൾ ഒന്നുകൂടി ബെറ്ററാണല്ലോ. ഇനി ഇത് വളരുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുക അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇതുണ്ടാവുമല്ലോ തെപ്പ് വരുന്ന പാകം നമുക്ക് നീളത്തിൽ താഴോട്ടേക്ക് വരികയാണെങ്കിൽ പൊന്തിച്ച് കെട്ടി കൊടുക്കുക. അങ്ങനത്തെ കുറേ പല ഐഡിയകളും നമുക്ക് ചെയ്ത് നോക്കാം. അത് ഫസ്റ്റ് ഒന്ന് ഉണ്ടായി വരട്ടെ. ഉണ്ടായി വന്നിട്ട് നമുക്ക് അതുപോലൊക്കെ ഒന്ന് ചെയ്യട്ടോ. എന്താ നമ്മളെ 3 ബോട്ടിലുകളും ഇതുപോലെ കെട്ടി 4മത്തും ഞാൻ കേട്ടോ കെട്ടി ഇങ്ങോട്ട് റെഡിയാക്കി. അപ്പോൾ നമ്മൾ കെട്ടുന്ന സമയത്തുണ്ടല്ലോ മണ്ണൊക്കെ കുറേശ്ശെ ഇങ്ങനെ ഇതിന് തൊഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മളെ ആവശ്യത്തിനുള്ള മണ്ണ് നമ്മൾ ഫുള്ള് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ കേട്ടോ എന്താ ഇനി ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ വിട്ട് ഇങ്ങോട്ട് വെക്കട്ടെ കേട്ടോ, കൂട്ടി ഇങ്ങനെ വെക്കാതെ ഇങ്ങനെ. അപ്പോൾ ഇതുപോലൊക്കെ എന്താണ് നമ്മളെ മുറ്റത്ത് സൗകര്യം ഉണ്ടെങ്കിൽ 2-3 അയൽ കെട്ടിയിട്ട് പച്ചക്കറി തക്കാളി വെണ്ട ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പച്ചമുളകൊന്ന് നട്ട് നോക്കണം എന്താണെന്നുള്ളതൊക്കെ. അതിനൊക്കെ 1 ലിറ്ററിൻ്റെ വലിയ ബോട്ടിൽ കുപ്പികൾ കിട്ടണം കേട്ടോ, എന്നാലാണ് ഒന്നുകൂടി ബെറ്റർ എന്ന് തോന്നുക. ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ചെയ്യുന്നത്. ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഇനി വലിയ ബോട്ടിൽ കുപ്പിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് ഉണ്ടാവുകയാണെങ്കിൽ ചെയ്യാമല്ലോ. ഒക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുക. എല്ലാ കാര്യങ്ങളും ശ്രമിച്ച് നോക്കിയാലാണല്ലോ നമുക്ക് അതിലേക്ക് വിജയം ഉണ്ടാവുമോ ഇല്ലയെന്ന് അറിയലേ. അപ്പോൾ അത് കണ്ടിട്ട് എങ്ങനെയുണ്ട് കമൻ്റ് അറിയിക്കട്ടോ. നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റുകൾ അറിയിക്കട്ടോ. എന്താ ഇങ്ങനെ ആടിക്കുന്നപ്പം തന്നെ നല്ലൊരു ഭംഗിയില്ലേ അത് കാണാൻ. പിന്നെ ഇത് വീടിൻ്റെ നമ്മളെ പുറകുവശത്തേക്കാട്ടത് വെച്ചത്. അവിടെ ഒരു കൊക്കോ മരമൊക്കെ ഉണ്ടേ, കൊക്കോ പിന്നെ അങ്ങനത്തെ പല വാഴ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് കഴിയുന്നതൊക്കെ നമ്മൾ നട്ട് പിടിപ്പിക്കും കേട്ടോ. കുറഞ്ഞ സ്ഥലമാണുള്ളത്, ഒരു 10 സെൻറ്റ് സ്ഥലം. ആ സ്ഥലത്ത് വീടും പച്ചക്കറിയും ചെടിയും എല്ലാ സംഗതി ഇല്ലാത്ത ഒരു സംഗതി ഇല്ല കേട്ടോ. നമുക്ക് നടക്കാൻ മാത്രം വഴി മതി, ബാക്കിയുള്ളിടത്തൊക്കെ ഓരോന്ന് നട്ട് പിടിപ്പിക്കുക. ഞാനെല്ലാം ഇതുപോലെ ഇങ്ങോട്ട് റെഡിയാക്കി വെച്ചിന്. കണ്ടപ്പം തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ അവിടെ ഒരു ചാക്ക് ഇങ്ങനെ വെച്ചത് എന്താ വെച്ചാൽ നമുക്ക് ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ളതാട്ടോ. നമ്മളിങ്ങനെ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് റെഡിയാക്കി വെച്ചതാണ്. അപ്പം നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. നിങ്ങളെ കമൻ്റ് അറിയിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും ഇടാൻ പറ്റുക. ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണ്ടിട്ടോ. നമ്മൾ ഒഴിവാക്കി നമ്മളെ വീട്ടിൽ ഇങ്ങനത്തെ ഒക്കെ ബോട്ടിൽ കുപ്പികളൊക്കെ ഉണ്ടാവുമല്ലോ, ആ കുപ്പിയിലൊക്കെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ട് നോക്കണ്ടേ. ഇപ്പോൾ ഇങ്ങനെ തന്നെ നടണമെന്നില്ല, വേറെ രീതിയിലും പല രീതിയിലും നടാൻ കഴിയും കേട്ടോ. നമുക്ക് നിശ്ചയുള്ള രീതിയിലൊക്കെ ഒന്ന് നമ്മൾ നട്ട് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ഓക്കെ, ബൈ.